രാഹുൽ ഇവിടെ ഭക്തർക്ക് ഉത്തരവാദിത്വം ഉണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന ചട്ടങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. വേറെ കാനനപാതയിൽ കൂടെ വന്നാൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കും. കാര്യം ശരിയാണ്. ഇവിടെ ഈ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അയ്യപ്പ സംഗമത്തിലെ പ്രധാന സെമിനാർ ടോപ്പിക്കാണ് കേട്ടോ രാഹുൽ. അയ്യപ്പ സേവാ സംഘത്തിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ കുടിവെള്ളം മുട്ടി ആളുകൾ സങ്കടപ്പെടുന്നപ്പോൾ അതിലൊരാളെ വിളിച്ചു. സാധാരണ അവരൊക്കെ വെള്ളം കൊടുക്കാറുണ്ടെന്ന് കേട്ട് വിളിച്ചു. അവൻ പറയുന്നത് ഏതോ തർക്കമൊക്കെ പറഞ്ഞ് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ക്യാമ്പുകളൊക്കെ പൂട്ടിച്ച് അവരൊക്കെ പറഞ്ഞു വിട്ടു എന്നാണ്. ഓക്കെ, പറഞ്ഞു വിട്ടോട്ടെ. പക്ഷേ അതിന് പകരം പരിഹാരം ഉണ്ടാക്കണം. എത്ര ആൾ വന്നാലും വെള്ളം കൊടുക്കും. ബേസിക്കായിട്ട് വെള്ളം കൊടുക്കാനുള്ള പരിഹാരം ഉണ്ടാക്കണം. ബയോ ടോയ്ലറ്റ് ക്ലീൻ ആക്കണം. അതിൻ്റെ അടിസ്ഥാന കാര്യമല്ലേ? ഉള്ള സ്വർണ്ണം മൊത്തം ഇളക്കിക്കൊണ്ട് മാസാമാസം കൊണ്ട് അറ്റകുറ്റപ്പണിക്ക് മാത്രം മതിയോ രാഹുൽ ഈ ശുഷ്കാന്തി? ഹാഷ്മി, 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവമുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ശബരിമലയാണ്. നമ്മളൊക്കെ ഇത്രയും മോശകരമായിട്ടും നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ മാനേജ് ചെയ്തിട്ടും ഇങ്ങനെങ്കിലും നിന്ന് പോകുന്നുണ്ടല്ലോ. അത് അയ്യപ്പൻ ഉള്ളതുകൊണ്ടും അയ്യപ്പൻ്റെ ചൈതന്യം ഉള്ളതുകൊണ്ടൊന്നും വിശ്വസിച്ചുകൊണ്ട് അയ്യപ്പന് പരീക്ഷിക്കാം. പക്ഷേ ഈ അയ്യപ്പന്മാരെ ദേവസ്വം ബോർഡ് പരീക്ഷിക്കുന്നത് ഒട്ടും ശരിയല്ല. അതോടൊപ്പം ജയകുമാർ സാറിൻ്റെ സത്യസന്ധത, ശ്രീജിത്ത് സാറിൻ്റെ സത്യസന്ധത നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. കാരണം ഒരു രാഷ്ട്രീയക്കാരല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ആ സത്യസന്ധതയുള്ളത്. ജയകുമാർ സാർ ഉപയോഗിച്ച വാക്ക് ഭയാനകം എന്നാണ്, അപായകരം എന്നാണ്. ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമുക്കിനിയും വളരെ ഫാക്ച്വലായിട്ട് 2-3 കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് നോക്കാം. ഹൈക്കോടതി നവംബർ 12-നാണ് ചോദിച്ചത് 53 ലക്ഷം ഭക്തർ വരുന്നിടത്ത് 1000 ശുചിമുറികൾ കൊണ്ട് എന്ത് കാര്യം. ഞാൻ ഇത് എടുത്തിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ പോലീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ദേവസ്വം ബോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വെബ്സൈറ്റിലെ ഫെസിലിറ്റീസാണ്. ഇതിൽ എത്ര ടോയ്ലറ്റുകളുണ്ട് എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സന്നിധാനത്ത് 1161 ടോയ്ലറ്റുകൾ, 160 ബാത്റൂമുകൾ, താഴെ പമ്പയിലെല്ലാം കൂടെ 346 ടോയ്ലറ്റുകൾ തുടങ്ങിയ കണക്കുകളുണ്ട്. ഒരു ബയോ ടോയ്ലറ്റിന്, അത്യാവശ്യം നല്ലൊരു സാധനത്തിന് 30,000 മുതൽ 50,000 രൂപ വരെയാണ് വില. ഒരു 2000 ബയോ ടോയ്ലറ്റുകൾ ശബരിമലയ്ക്ക് മേടിക്കുന്നെങ്കിൽ പരമാവധി 5-6 കോടി രൂപയാകുള്ളൂ. വളരെ ഈസിയായി മേടിച്ച് വെക്കാവുന്നതല്ലേ? ദേവസ്വം ബോർഡിനോ കാശിന്റെ യാതൊരു പഞ്ഞവും ഉണ്ടെങ്കിൽ എത്രയോ ഭക്തന്മാർ സന്തോഷത്തോടെ സ്പോൺസർ ചെയ്യും. ഈ സാധനങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഒരുപാട് അയ്യപ്പ സംഘടനകളടക്കം താല്പര്യത്തോടെ ശക്തിയായി നിൽക്കുന്നുണ്ട്. അവരെ എല്ലാം അതിൽ നിന്ന് അകറ്റുന്നൊരു സമീപനം ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷം മുമ്പ് വരെ മാതാ അമൃതാനന്ദമയി മഠം ഏറ്റവും സ്തുത്യർഹമായ സേവനങ്ങൾ അവിടെ ചെയ്തിരുന്നു. വ്യത്യസ്ത ഹിന്ദു പ്രസ്ഥാനങ്ങൾ അവർ നല്ല സേവനം ചെയ്തിരുന്നു. അവരെ എല്ലാം മാറ്റി അല്ലെങ്കിൽ അയ്യപ്പ സേവാ സംഘം അടക്കമുള്ളവർ ഇവരുടെ എല്ലാം കൂടി ഒരു ഫോഴ്സ് ഉപയോഗിക്കണ്ടേ? ഇത് കോർഡിനേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയാണ്ടേ ദേവസ്വം ബോർഡ്? ദേവസ്വം ബോർഡിന് എന്തെങ്കിലും കാശിന് പഞ്ഞമുണ്ടോ? അല്ലെങ്കിൽ കാശിന് പഞ്ഞമുണ്ടെങ്കിൽ തരാൻ എത്രയോ ഭക്തന്മാർ വളരെ സന്തോഷത്തോടെ തയ്യാറാകും. ഈ രീതിയിൽ ബയോ ടോയ്ലറ്റുകൾ ക്ലീൻ ചെയ്യാൻ, അതിൻ്റെ ക്ലെൻലിനെസ്സിൻ്റെ ഒരു ആർമിയെ നിർമ്മിക്കാൻ, ഒരു ബ്രിഗേഡ് നിർമ്മിക്കാൻ അവർക്ക് എന്തായാലും എന്തെങ്കിലും എല്ലാ ദിവസവും കൊടുക്കേണ്ടി വരും. അതിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ എത്രയോ പേര് സ്പോൺസർഷിപ്പിന് റെഡിയാണ്. ഏത് കാലത്ത് സംസാരിക്കുന്നത്? ചോദിച്ചു 53 ലക്ഷം പേര്. ഇതവിടെ ഈ നമ്മുടെ കേരളത്തിന്റെ അഭിമാന മുദ്ര എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ ലോകത്ത് പരിചയപ്പെടുത്താനുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ അടയാളം എന്നൊക്കെ അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അവിടുത്തെ ടോയ്ലറ്റ് ക്ലീൻ ആക്കാൻ ആരുമില്ലെന്നാ, അവിടെ വെള്ളം കൊടുക്കാൻ ആരുമില്ലെന്നാ. എന്തൊരവസ്ഥയാ രാഹുലെ? അവിടെയാണ് ഹാഷ്മി. ഞാൻ 2 കാര്യങ്ങൾ. ഒന്ന്, കമ്പയർ ചെയ്ത് പറയുകയല്ല. ഞാൻ തിരുപ്പതിയിലും എല്ലായിടത്തും പോകുന്ന ഒരാളാണ്. തിരുപ്പതിയിൽ സത്യം പോകുമ്പോൾ നമുക്ക് അസൂയ തോന്നും. അതായത് തിരുപ്പതി പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ പോകുന്ന ക്യൂവിൽ നമുക്ക് പാല് തരും, ബ്രെഡ് തരും. പോകുന്ന വഴി TV-കളുണ്ട്. തിരുപ്പതി വെങ്കടേശ്വരൻ്റെ കഥ കേൾക്കാനും മറ്റുമുള്ള TV-കൾ പല സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കിത് കാണുകയും മറ്റും ചെയ്യുകയും പോവുകയും ചെയ്യാം. നമുക്ക് ശബരിമലയ്ക്ക് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. അവിടെയാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ ജനിച്ച ദൈവമാണ് അയ്യപ്പൻ. ആലങ്കാരികമായി നമ്മൾ പറയാറുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ കൊണ്ടുവരുന്ന സ്ഥാപനങ്ങളിലൊന്നാണ്. ഇനിയും വിശ്വാസവും ഭക്തിയും വിടാം. വെറും റവന്യൂവിൻ്റെ കാര്യത്തിലെടുത്താൽ ഏകദേശം ഈ സീസണിൽ മാത്രം 50 മുതൽ 55 ലക്ഷം വരെ ആൾക്കാർ വരും. 2000 രൂപയുടെ കണക്കെടുത്താൽ ആയിരക്കണക്കിന് കോടി രൂപ നമ്മുടെ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിവൈൻ സ്ഥലമാണ്, വിശുദ്ധ സ്ഥലമാണ് ശബരിമല. കുറേ കൂടെ പ്രൊഫഷണലായി മുന്നൊരുക്കങ്ങൾ നടത്തണം എന്ന് പറയുകയാണെങ്കിൽ അത് അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ബയോ ടോയ്ലറ്റിൻ്റെ കണക്ക്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വോളണ്ടിയേഴ്സിനെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ വോളണ്ടിയേഴ്സിൻ്റെ ഫോഴ്സ്, അവർക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ, ഇനി വനം വകുപ്പിനോട് കുറേ കൂടെ അഗ്രസീവായി നിന്നുകൊണ്ട് കുറച്ചുകൂടെ സ്ഥലം ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ വേണം. ഈ സ്ട്രക്ചറലായ കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇപ്പം ജയകുമാർ സാറിനെ കുറ്റം പറയാൻ പറ്റില്ല. ഏറ്റെടുത്തിട്ട് 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. മുമ്പിരുന്ന ബോർഡിന് കുറ്റമുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ അവരെ തെള്ളി പറയാൻ പറ്റും? അല്ലെങ്കിൽ എങ്ങനെ ഈ പറയുന്നവരെ മാറ്റി നിർത്താൻ പറ്റും? മുമ്പിരുന്ന ബോർഡിനടക്കം സീരിയസ് ആയി കാര്യങ്ങൾ എടുക്കണം. കേരളത്തിൽ ഈ ശബരിമല മാത്രമല്ല, ഈ സീസൺ കാലമാണ് ഏകദേശം
ഏകദേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്പലങ്ങളുടെ എക്കോസിസ്റ്റത്തെ, ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത്, ആ ടെമ്പിൾ എക്കോസിസ്റ്റത്തെ നിലനിർത്തുന്നത് ഇതാണ്. അപ്പം കുറച്ചുകൂടെ സീരിയസ് ആയി കൂടുതൽ ബയോ ടോയ്ലറ്റുകൾ, ക്ലീൻലെസ് വെള്ളം, അടിസ്ഥാന വെള്ളത്തിൻ്റെ ഫെസിലിറ്റി, ഇതൊന്നുമില്ല എന്നുള്ളത് വേദനാജനകമാണ്. കേരളത്തിൻ്റെ പൊതുപരാജയമാണ്, മുമ്പിരുന്ന ദേവസ്വം ബോർഡിൻ്റെ വിശിഷ്യ പരാജയമാണ്. ഇനിയെങ്കിലും പ്രൊഫഷണൽ ബോഡീസിനെ, ആത്മീയ ഓർഗനൈസേഷൻസിനെ, സോഷ്യൽ ഓർഗനൈസേഷൻസിനെ, അവരുടെ ഒരു ശക്തി ഇതിനു വേണ്ടി ചാനലൈസ് ചെയ്യണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.